ഹായ് ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല പ്രത്യേകതകളും നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബ്രിട്ടനിൽ നിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പാർലമെൻ്ററി സിസ്റ്റം ആൻഡ് റൂൾ ഓഫ് ലോ. പാർലമെൻ്ററി സിസ്റ്റവും റൂൾ ഓഫ് ലോയുമാണ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ, USA-യിൽ നിന്ന് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ജുഡീഷ്യൽ റിവ്യൂ. മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, നിയമവ്യവസ്ഥ, എന്തെങ്കിലും നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാനുള്ള പ്രൊവിഷൻ, ജുഡീഷ്യൽ റിവ്യൂ. അത് നമ്മൾ USA-യിൽ നിന്നാണ് ഈ രണ്ട് കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സും ജുഡീഷ്യൽ റിവ്യൂവും എടുത്തിട്ടുള്ളത്. അടുത്തത് അയർലൻഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അയർലൻഡിൽ നിന്ന് ഏത് രാജ്യത്തിൽ നിന്നാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അയർലൻഡിൽ നിന്ന്. അടുത്തതാണ് കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സ്ട്രോങ് സെൻറ്റർ ആൻഡ് റെസിഡ്യൂറി പവേഴ്സ്. സ്ട്രോങ് സെൻറ്റർ നമുക്ക് സ്റ്റേറ്റ് സെൻറ്റർ അതേപോലെ ലോക്കൽ ബോഡീസ് ഉണ്ടെങ്കിലും ഏറ്റവും ഹയസ്റ്റ് പവർ നമ്മുടെ സെൻറ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സ്ട്രോങ് സെൻറ്റർ എന്നുള്ള കൺസെപ്റ്റും റെസിഡ്യൂറി പവേഴ്സും നമ്മൾ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. അടുത്തതാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, നാഷണൽ ലിസ്റ്റ്, അതേപോലെ കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേകത നമ്മൾ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ജർമ്മനിയിൽ നിന്നാണ് എമർജൻസി പ്രൊവിഷൻസ്, എമർജൻസി ടൈമിൽ. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് നമുക്ക് എമർജൻസി ഉണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ സമയങ്ങളിലൊക്കെയാണ് നമുക്ക് എമർജൻസികൾ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയായിരിക്കും, ആർക്കൊക്കെയാണ് അധികാരം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എമർജൻസി പ്രൊവിഷൻസ്. അത് നമ്മൾ എടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. അടുത്തത് ഫ്രാൻസിൽ നിന്ന് നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെയുണ്ട് മെയിൻ പ്രിൻസിപ്പൽസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അടുത്തത് ജപ്പാനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അമെൻമെൻറ്റ് പ്രൊസീജിയർ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യും. അത് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അടുത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് USSRൽ നിന്നാണ്. അപ്പോൾ ഏത് രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ പ്രിൻസിപ്പിൾസാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ബ്രിട്ടനിൽ നിന്ന് പാർലമെൻ്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ. USA-യിൽ നിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത് USSRൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. കാനഡയിൽ നിന്ന് സ്ട്രോങ് സെൻറ്റർ ആൻഡ് റെസിഡ്യൂറി പവേഴ്സ്. ഓസ്ട്രേലിയയിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റ്. ജർമ്മനിയിൽ നിന്ന് എമർജൻസി പ്രൊവിഷൻ. ഫ്രാൻസിൽ നിന്ന് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ജപ്പാനിൽ നിന്ന് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ആൻഡ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അമെൻമെൻറ്റ് പ്രൊസീജിയർ. താങ്ക് യു.